ഹായ്, നമസ്കാരം. സൗമ്യ സാർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ റെസിപ്പിയാണ്. എനിക്ക് രണ്ടാമത്തെ റെസിപ്പിയും ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. സദ്യ ഐറ്റംസ് കൂടുതലൊന്നും കാണിച്ചിട്ടില്ല നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ സദ്യ റെസിപ്പിയാണ് കാളൻ. ശരിക്കും പറഞ്ഞാൽ കാളൻ സദ്യയിലെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് വേണം പറയാൻ. കാളൻ നമ്മൾ എലിയിൽ വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഒഴുകി പോരുത്, ആ ഒരു രീതിയിലായിരിക്കണം സദ്യയിൽ ഉണ്ടാക്കുന്ന കാളൻ. ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്തൊക്കെ കാളന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കറിയില്ല വേറെ ഭാഗങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത്. ഈ പാലക്കാട് ഭാഗത്ത് ശ്രാദ്ധ ദിവസം ഒരിക്കലും തറവാടുകളിൽ സാമ്പാർ ഉണ്ടാക്കുന്ന പതിവില്ല. ഇവിടെ കാളൻ അന്ന് ഒഴിച്ചു കറിയായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ കാളൻ രണ്ട് രീതിയിൽ നമ്മൾ കഴിക്കും. അതായത് ഒന്ന് കുറുക്ക് കാളന്റെ ഫോമിൽ, അതായത് കുറുക്കിയിട്ട് എലിയില് വിളമ്പിയാല് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പരുവത്തില്, അത് സാധാരണ സദ്യക്ക്, ഓണം സദ്യ, വിഷു സദ്യ, അങ്ങനെ നല്ല സദ്യകൾ വരുമല്ലോ, അതായത് പിറന്നാൾ സദ്യകള്, അതിനൊക്കെ കാളൻ ശരിക്കും നമ്മൾ സൈഡിൽ വിളമ്പുന്ന തൊട്ടുകറിയാണിത്. പക്ഷെ ശ്രാദ്ധം ദിവസം കാളൻ ഒഴിച്ചു കറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് കാളന്. ശരിക്കും പറഞ്ഞാൽ കാളനും ഓലനും ഒക്കെ കേരളത്തിൻ്റെതായ ഡിഷാണ്. സാമ്പാറൊക്കെ പറഞ്ഞ പുറത്തുനിന്ന് വന്ന ഡിഷല്ലേ. അപ്പൊ ഞാൻ കുറെ വീഡിയോസ് കണ്ടു കാളന്റെ, പക്ഷെ ഈ ഒരു രീതിയിൽ കാളൻ ഉണ്ടാക്കിയത് ഞാൻ എവിടെയും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും ഈ പച്ചമുളക്, ഉണക്കമുളക് സംഭവങ്ങളില്ല. കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ശരിക്കും കുരുമുളകാണ്. എനിക്ക് തോന്നി ശരിക്കും നമ്മുടെ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കാളൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് കടുക് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. നല്ല പശുവിന്റെ നെയ്യ് നമുക്ക് യൂസ് ചെയ്യാം. എന്റെ അമ്മമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. സാധാരണ അമ്മമ്മയൊക്കെ നെയ്യിലാണ് കടുക് വറുത്ത് കൂട്ടുന്നത് കണ്ടിരിക്കണേ. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് താല്പര്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണോ നെയ്യാണോ ഏതാണ് താല്പര്യമുള്ളത് വെച്ചാൽ യൂസ് ചെയ്യാം. നെയ്യിന് വേണം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് കടുക് വറുക്കുക. അതിനൊരു ഡിഫറെന്റ് ഫ്ലേവർ, അതിനൊരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ. അപ്പോൾ വലിയ വെളിച്ചെണ്ണയുടെ മണമാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് തിരിച്ചു. കാളൻ അല്ലെങ്കിൽ കുറുക്ക് കാളിന് വേണ്ട സാധനങ്ങൾ ആദ്യം വേണ്ടത് ചേനയാണ്. ചേന ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്, അതായത് 1/4 കിലോ ചേന. എന്നിട്ട് അതിനെ വലിയ വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. കാളന്റെ കഷ്ണങ്ങൾ എപ്പോഴും വലിപ്പമുള്ള കഷ്ണങ്ങളായിരിക്കും, സ്ക്വയറിൽ വലിപ്പമുള്ള കഷ്ണങ്ങൾ. അതുപോലെ ഇത് നേന്ത്രക്കായാണ്, നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ. ഇത് 2 നേന്ത്രക്കായ ഞാൻ വലിയ വലിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഞാൻ ഇതിങ്ങനെ തൊലി കളയുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടില്ല. പക്ഷെ തൊലി മോളോടുകൂടി ഒന്ന് ചെത്തിയെടുക്കും, ജസ്റ്റ് ഒന്ന് ചെത്തിയെടുക്കും. ആ പച്ചനിറം അങ്ങനെ അധികം വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ അങ്ങനെ തൊലി മുഴുവനായിട്ട് മാറ്റിക്കളയണം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്റെ തറവാട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേണ്ടത് അരയ്ക്കാനായിട്ട് തേങ്ങ, 1 സ്പൂൺ ജീരകം, ഒരു ടേബിൾ സ്പൂൺ ജീരകം കേട്ടോ, പിന്നെ ഒരു 5 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് മോരാണ്, നല്ല കട്ടിയുള്ള മോര്. അതായത് ഇതിന്ന് വെണ്ണ മാറ്റിയിട്ട്, തൈരിൽ നിന്ന് വെണ്ണ മാറ്റിയിട്ട് നല്ല കട്ടിയുള്ള മോര് കിട്ടുമല്ലോ, അത് ഏകദേശം 1/2 ലിറ്റർ വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി. ഞാൻ പല വീഡിയോസും കണ്ടു യൂട്യൂബിലുള്ളത്, പക്ഷെ അതിലൊന്നും കുരുമുളക് പൊടി ചേർക്കുന്നത് കണ്ടേയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കാളനിൽ. ഇത് ഒരു ടീസ്പൂണിന് കുറച്ചും കൂടെ ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ, കുമിച്ചെടുത്തിട്ടില്ല. പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി ഏകദേശം 3/4 ടീസ്പൂൺ, പിന്നെ വെളിച്ചെണ്ണ, കടുക് വറുക്കാനായിട്ട് കടുക്, കപ്പൽമുളക് മീൻസ് ഉണക്കമുളക്, പിന്നെ ഒരു 4 കൊത്ത് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങാം. അതിന് മുമ്പ് ഒരു കാര്യം നേരത്തെ തൊട്ട് പറയട്ടെ. അപ്പോൾ ചേന മുറിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് തിങ് എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലൗസ് ഇട്ട് ചേന മുറിക്കുക. അല്ലെങ്കിൽ ഗ്ലൗസ് ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പ്ലാസ്റ്റിക് പേപ്പർ, പ്ലാസ്റ്റിക് കവേഴ്സ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് ഇട്ടിട്ട് ചേന മുറിക്കുക. എന്തായാലും കയ്യിൽ എണ്ണ തേച്ചോളുക. അപ്പോൾ അബദ്ധശാല എങ്ങാനും കയ്യിലായിട്ടുണ്ടെങ്കിലും നമ്മൾ ചേന മുറിച്ചതിന് ശേഷം ഒന്ന് കൈ വൃത്തിയായി സോപ്പിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ചൊറിച്ചിൽ പോവും. ഒരു 5 മിനിറ്റൊക്കെ ചൊറിയുള്ളൂ. ഞാൻ ചേനയെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് കണ്ടോ, ഞാനിപ്പോൾ കുറച്ച് ഒരു 5-10 മിനിറ്റ് ആയിട്ടുള്ളൂ പുറത്ത് വെച്ചിട്ട്. അപ്പോഴേക്കും തന്നെ അത് അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിലേക്ക് വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് നേന്ത്രക്കായ, അതും കൂടെ ആഡ് ചെയ്യാം. ചില ആൾക്കാർ ഇതിൽ പഴം ചേർക്കുന്ന സമ്പ്രദായം ഉണ്ട് കേട്ടോ. നേന്ത്രപ്പഴം കൂടെ ആഡ് ചെയ്യും. പക്ഷെ ഞാൻ ഇതിൽ നേന്ത്രപ്പഴം ആഡ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ചെറിയ ടീസ്പൂൺ ഉപ്പ് എന്തായാലും ഇതിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ മോരൊക്കെ ചേർക്കുന്നതുകൊണ്ടേ എന്തായാലും ഉപ്പ് ലേശം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് വേണോ, ഇത് ഏകദേശം ഞാൻ പറഞ്ഞുതരാം, 2 ടീസ്പൂൺ, കുമിച്ചൊന്നും എടുത്തിട്ടില്ല ഞാൻ, കണ്ടോ, ഏകദേശം 2 ടീസ്പൂൺ വരുന്ന രീതിയിൽ കുരുമുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഫസ്റ്റ് കയ്യിൽ ലേശം ഞാൻ എണ്ണ തേക്കട്ടെ. ഞാൻ അത്യാവശ്യം എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കുക, അതായത് ഇതിൽ തിരുമ്മി പിടിപ്പിക്കണം. അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇങ്ങനെ ഉരുട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1-2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുക. നമുക്ക് ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് പച്ചമുളകും ജീരകവും തേങ്ങ, ഇത് 3 കൂടെ അരച്ചെടുക്കാം. ചില ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എണ്ണയിൽ, അതായത് വെളിച്ചെണ്ണയിൽ ചുവന്ന മുളകില്ലേ, അതായത് ഉണക്കമുളക് നന്നായിട്ട് വറുത്തിട്ട് അതായിരിക്കും പച്ചമുളകിന് പകരം. എന്നിട്ട് പച്ചമുളക് കീറിയിടുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന കണ്ടിരിക്കുന്ന പച്ചമുളകും ജീരകവും തേങ്ങയും കൂടിയിട്ടാണ് അരയ്ക്കുന്ന കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. എടുത്തിട്ട് 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ, അതായത് ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ, വെന്തയെന്നൊക്കെ പറയുന്ന സാധനം. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ചൂടാക്കിയിട്ട് വറുത്തെടുക്കണം. ഇതാണ് കാളന് മണം കൊടുക്കുന്ന സാധനം, ഒരു ഡിഫറെന്റ് ഫ്ലേവർ കിട്ടുന്ന സാധനം ഇതാണ്. കരിയൊന്നും പാടില്ല. ഇതിപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. കണ്ടോ, കളർ ഈ ചേഞ്ചായി വരുന്ന ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, തെറിക്കാൻ പൊട്ടാൻ തുടങ്ങി, മതി, ഈ ഓഫ് ചെയ്യാം, മതി. ഞാനിപ്പോൾ അടുപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണങ്ങളെ വേവിക്കുക. അതായത് മുഴുവൻ വേവണ്ട, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളെ വേവാൻ വെക്കുക. എന്നിട്ട് മോരിലാണ് ബാക്കി നമ്മൾ വേവിക്കണം. ഞാനിപ്പോൾ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത് കണ്ടോ, പുകയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്തോളൂ. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു പകുതി വേവ് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കണം നമ്മൾ, അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് വരാൻ. ഒരു 5-10 മിനിറ്റ് എന്തായാലും ആവും. ഇതിപ്പോൾ കുറേ വെള്ളമൊക്കെ വറ്റും ഇത് വെന്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മോര് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി 5-10 മിനിറ്റായി തിളയ്ക്കണം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ചൊക്കെ വറ്റിക്കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് നെയ്യ് മാറ്റിയ മോര്, കൊഴുക്കിനുള്ള മോര് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് മോര് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ എടുക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ ഈ മോര് പിരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുറുകി വരണം, ആ സമയത്താണ് നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് എടുക്കും തോന്നുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച്
ഉപ്പിട്ട് കൊടുക്കട്ടെ. ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് എത്ര വെച്ച് ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം കുറഞ്ഞാൽ നമുക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരാൻ ദ സെൻസ് ഇതിലിപ്പോൾ അത്യാവശ്യം പകുതിക്ക് വേണ്ട വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, കട്ടിയായിട്ട് അരച്ച് വെച്ചിരുന്ന തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ട് അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉലുവാപ്പൊടി 2 സ്പൂൺ ചേർക്കാം. 2 ചെറിയ സ്പൂണിൽ, അതായത് ടീസ്പൂൺ ഉലുവാപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഉപ്പ് മതിയോ നോക്കാം. ഉപ്പ് പോരാ, അപ്പം ഞാൻ ഇതിൽ കുറച്ചും കൂടി ഉപ്പിടാണ്. എപ്പോഴും മോരിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് ജാസ്തി വേണ്ടി വരും, കൂടുതൽ വേണ്ടി വരും. കാരണം നമ്മൾ അതിൽ മോരിൽ കുറച്ച് പുളിപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ട് വരും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2-3 കറിവേപ്പിൻ്റെ ഇല മുഴുവനായിട്ട് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ മൂടി വെക്കാൻ പോകണം. ഇനി ഞാൻ ഇതിൽ കടുക് വറുത്ത് കൊട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് കടുക് വറുത്ത് കൊട്ടും. ഞാനിപ്പോൾ ഓൾറെഡി ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു, പക്ഷേ എന്നിട്ടും ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്താ പറയാ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീൻ ടൈം ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയും ഒക്കെ മണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് കൊട്ടാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു കുട്ടി പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് നിൽക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുളക്, പിന്നെ കറി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കൊട്ടാം. നമ്മുടെ കാളൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് വറുത്തത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നടക്കാം. നീ ഇതിലിരുന്ന് വറ്റും. നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രങ്ങളിലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നന്നായിട്ട് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഓഫ് ചെയ്യാം. ഞാനിത് ഇപ്പൊ തന്നെ ഓഫ് ചെയ്യാൻ കാരണം ഇപ്പൊ കൽച്ചട്ടിയിലോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ മൺപാത്രങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ കുറച്ചു നേരം മുമ്പ് തന്നെ ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ കുറുക്ക് കാളൻ റെഡി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൗമ്യ സട്ടോഫുഡിന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ. ടേക്ക് കെയർ. ജയ് ഹിന്ദ്.